നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് സ്വാഗതം. ഒരുമയോടെ ഒത്തുകൂടാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ അനുസരണത്തെക്കുറിച്ച് ഒരുപാട് അവസരങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. റോമാലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ ഒരുപാട് പേർ പാപികളായി തീർന്നു. ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുമെന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ജീവിതത്തിൽ ഈ അനുസരണത്തിന്റെ പ്രാധാന്യം എത്ര കണ്ട് വലുതാണ് എന്നുള്ളതാണ്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, ജോലി സ്ഥലങ്ങളിലാവട്ടെ, എവിടെ ആയിക്കോട്ടെ, അനുസരണം അത് നമ്മെ ശ്രേഷ്ഠരാക്കി മാറ്റും. തീർച്ചയാണ്. ഒരുവന്റെ അനുസരണക്കേട് കൊണ്ട് മറ്റ് അനേകർ വഴിതെറ്റിയതിൻ്റെ പ്രതീകമായി ആദവും തന്നെ തന്നെ ശൂന്യനാക്കി എല്ലാം എൻ്റെ ഹിതമല്ല പിതാവിൻ്റെ ഹിതം എന്ന് പറഞ്ഞ നമ്മുടെ യേശുനാഥൻ്റെ ചിത്രവും മുൻപിലുള്ളപ്പോൾ കൂടുതൽ ഞാൻ ഇതേക്കുറിച്ച് വിവരിക്കേണ്ട കാര്യമില്ല. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. സത്യം. ഈ ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഏദൻ തോട്ടം ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഏദൻ തോട്ടത്തിന്റെ തേർഡ് റൗണ്ടാണിത്, തേർഡ് ലെവലാണ്. 4 കുടുംബം. പ്രേക്ഷകർക്ക് എല്ലാവർക്കും നിങ്ങളെ നന്നായി തന്നെ പരിചയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. എന്നാലും നമ്മുടെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ജോബി, നിത്യസഹായ മാതാപ്പള്ളി, ആയത്തുപടി. ലിജ ജോബി. ടീം ഗിഹോൺ. സെബാസ്റ്റ്യൻ, സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച്, മരട്ടിച്ചാൽ. ഷീജ സെബാസ്റ്റ്യൻ. യൂഫ്രട്ടിസ്. അരുൺ ജോയി, സെന്റ് മേരീസ് ചർച്ച്, കുട്ടമ്പുഴ. ഗ്രീഷ്മാരു. ബാബു, സെന്റ് ഡൊമിനിക്സ് ചർച്ച്, ആലുവ. റീന ബാബു. 4 കുടുംബങ്ങൾ. ഏദൻ തോട്ടത്തിന്റെ യാത്ര ആരംഭിക്കുമ്പോൾ പണ്ടിരുന്ന പോലെയല്ല നിങ്ങൾ ഇരിക്കുന്നത്. കുറെ കൂടി ഒരു മെച്ചപ്പെട്ട അവസ്ഥ. ഞാൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല, നമുക്കൊരു കോൺഫിഡൻറ്റ് ലെവൽ ഭയങ്കരമായിട്ട് നമുക്ക് കയറിയിട്ടുണ്ട് എന്ന് പല കുടുംബങ്ങളും ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അത് നിങ്ങളുടെ മുഖത്തു നിന്ന് തീർച്ചയായിട്ടും അത് വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ടീം ഗിഹോൺ, നിങ്ങൾ കഴിഞ്ഞ എലിമിനേഷന് വന്നതാണ്. അത് നിങ്ങൾ തന്നെ സ്വമേധയാ വരാൻ പറ്റാത്തത് കൊണ്ട് പുറത്തു പോയതാണ്. അതെ. പക്ഷേ ഈ ആഴ്ചയിലും അതുപോലെ തന്നെ ഒരു കുടുംബം എത്താൻ സാധിക്കാത്തത് കൊണ്ട് അവർ സ്വമേധയാ അവർ ക്വിറ്റായി. അതുകൊണ്ട് ഏറ്റവും അടുത്ത സാധ്യതയുള്ള ഒരു കുടുംബം എന്നുള്ള രീതിയിൽ നിങ്ങൾ വീണ്ടും ഇന്നായിരിക്കുകയാണ്. സന്തോഷമുണ്ടോ ഇതിൽ? സന്തോഷം. താങ്ക്സ്. വെരി ഗുഡ്. നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 1. റൗണ്ട് 1-ൽ വ്യത്യസ്തങ്ങളായ 4 ചോദ്യങ്ങളാണ്. അതിൽ ആദ്യ ചോദ്യം അത് ഒരു വിഷ്വൽ മാസ്കിംഗ് റൗണ്ടാണ്. അത് ബൈബിളിലെ ഒരു സംഭവമാവാം, അതല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാവാം. 9 ബ്ലോക്സാൽ ഈ സംഭവം അല്ലെങ്കിൽ ഈ വ്യക്തി മറഞ്ഞ് നിൽക്കപ്പെടും. അതിൽ നമ്മൾ പറയുമ്പോൾ കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ് സ്വാഭാവികമായിട്ടും ഓരോ ബ്ലോക്ക് 4 ബ്ലോക്ക് വരെ അങ്ങനെ മാറ്റപ്പെടും. അതിൽ നിന്ന് ആദ്യത്തേത് മാറ്റപ്പെട്ടാൽ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് പറയാം. ഇത് തീർത്തും ഒരു ബസർ റൗണ്ടാണ്. യെസ്, നമ്മുടെ ഈ ഫസ്റ്റ് റൗണ്ട് ബസർ റൗണ്ടാണ്. ക്വിക്കസ്റ്റ് ഫിംഗേഴ്സിനാണ് കിട്ടുക. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 100 പോയിന്റ്സ്, തെറ്റാണെങ്കിൽ -50. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കളിക്കുക. റെഡിയാണല്ലോ? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ കമ്പ്യൂട്ടറിനോട് പറയട്ടെ. യെസ്, കമ്പ്യൂട്ടർ പ്ലീസ്. പറഞ്ഞ പോലെ തന്നെ 1 മുതൽ 9 കോളങ്ങൾ. ഇതിന് പുറകിൽ ബൈബിളിലെ ഒരു സംഭവമായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം മറഞ്ഞ് നിൽക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കൂ. ആദ്യ ബ്ലോക്ക് പ്ലീസ് കമ്പ്യൂട്ടർ മാറ്റുക. യെസ്,
ഒരു കൈ വളരെ വ്യക്തമായിട്ട് കാണാം. ഇതാരുടെ കൈയാണ്? ഈശോയുടെ കൈയാണ്, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൈയാണ്? എന്തെങ്കിലും ഒരു ചലനം ഉണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇല്ല. വെയിറ്റ് ചെയ്യൂ എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കമ്പ്യൂട്ടർ പ്ലീസ് റിമൂവ് ദ സെക്കൻഡ് വൺ. രണ്ടാമത്തെ ബ്ലോക്ക് 8-ാമത്തെയാണ്. അത് കമ്പ്യൂട്ടർ എടുത്ത് മാറ്റിയ ഉടനെ ടീം ടൈഗ്രിസ് ആണ് അത് ആദ്യം ബസർ ചെയ്തിരിക്കുന്നത്. ആരാണെന്നാണ് ചിന്തിക്കുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും അടുത്ത ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം വേറെ ഉണ്ടോ? കറക്റ്റാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് എന്നാണ് 4 ടീമും തലകുലിക്ക് സമ്മതിക്കുന്നത്. എനിക്കറിയില്ല അത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണോ എന്ന്. എനിക്ക് കമ്പ്യൂട്ടറിനോട് തന്നെ ചോദിക്കേണ്ടി വരും. കമ്പ്യൂട്ടർ പ്ലീസ് റിമൂവ് ദ തേർഡ് വൺ. യെസ്, ചെവി കാണാം, മുടിയുടെ ഒരല്പം കാണാം. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ എന്ന് തന്നെയാണ് തലകുലിക്ക്. തീർച്ചയായും വളരെ സന്തോഷത്തോടെ തന്നെയാണ് അത് പറയുന്നത്. കമ്പ്യൂട്ടർ ദ ഫോർത്ത് ബ്ലോക്ക്. യെസ്, 4-ാമത്തെ ബ്ലോക്ക് എടുത്തു മാറ്റപ്പെട്ടു. നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് തന്നെ? മുഖത്തൊരു ഭാവമാറ്റം. ബെനഡിക്റ്റിന്റെ ഒരു സൈഡ് കേറി വരുന്നുണ്ട്. 4-ാമത്തെ ബ്ലോക്ക് മാറ്റിയപ്പോഴാണ് വേറൊരു ഒരു ശൈലി കേറി വരുന്നു. അതാ തൊപ്പി കണ്ടപ്പോഴാണോ ശൈലി അല്ലേ? വേറെ കേറി വരുന്നു എന്നൊക്കെ പറയും. എന്തോ നിങ്ങൾ കളം മാറി ചവിട്ടിയോ? എല്ലാവരും 3 ബ്ലോക്ക് വരെ തൊപ്പി കണ്ടപ്പോഴാണ്. എന്താണ് നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ തലയാട്ടി? നിങ്ങൾ രണ്ടുപേരും എന്താണ് നിങ്ങൾ മാറ്റി ചവിട്ടുന്നുണ്ടോ അതോ ജസ്റ്റ് ഒരു ഗസ്സാണ്? എന്തായാലും അവരാണ് അത് ബസർ ചെയ്തിട്ടുള്ളത്. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളത് പിടിച്ചെടുത്ത് തന്നെ നിൽക്കുകയാണ്. എന്തുമാകാം ജയിക്കുന്നത് അല്ലേ? യെസ്. ഓക്കെ. കമ്പ്യൂട്ടർ പ്ലീസ് റിമൂവ് ദ ഓൾ ബ്ലോക്സ്. യെസ്. മാർപ്പാപ്പയാണ് എന്നുള്ള ഒരു പിടി വീണിട്ടുള്ളത് ആ മോതിര വിരലും അറ്റവും കണ്ടപ്പോ 2-ാമത്തെ ബ്ലോക്കിൽ തന്നെ അതേതാണ്ട് നിശ്ചയമായിരുന്നു അല്ലേ? പക്ഷേ ഫോർത്ത് ബ്ലോക്ക് വന്നപ്പോഴാണ് ആ ഡിഫറൻസ് മനസ്സിലായത്. ഇല്ലെങ്കിൽ രണ്ടുപേരും ഈ ഭാഗം ഏകദേശം സെയിം. അതെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഇത് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയാണ്. So you get -50. ഇനി വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗം നിങ്ങളിപ്പോൾ പുറകിലുള്ള LED സ്ക്രീനിൽ കാണും. അതിൽ ആ വാക്യത്തിൽ ഏതോ ഒരു വാക്ക് തെറ്റാണ്. ആ വാക്ക്, തെറ്റായ വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുകയും അവിടെ ശരിയായ വാക്ക് ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഈ റൗണ്ടിൽ ചെയ്യേണ്ടത്. ഇതിനും നിങ്ങൾക്ക് ലഭിക്കുക 30 സെക്കൻഡാണ്. അത് കണ്ടു തുടങ്ങുന്ന ആ സമയം മുതൽ ആ 30 സെക്കൻഡ് കൗണ്ട് ഡൗൺ ചെയ്യപ്പെടും. റെഡിയാണല്ലോ? നിങ്ങൾക്ക് അറിയാം, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. റെഡി? കമ്പ്യൂട്ടർ പ്ലീസ് വായിച്ചു നോക്കൂ, കൃത്യമായിട്ട് വായിച്ചു നോക്കൂ. ടീം ഗിഹോൺ ആണ് ബസർ ചെയ്തിരിക്കുന്നത്. പറയൂ, ഈ വാക്യത്തിൽ ഏതാണ് തെറ്റ്? അത് മൊത്തം വായിച്ചോളൂ. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും. കാത്തുകൊള്ളുന്നല്ല, കാത്തുകൊള്ളുന്നല്ല, മറച്ചുകൊള്ളും. ഓക്കെ. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. ഓക്കെ, ബാക്കി എല്ലാം കറക്റ്റാണ്. കാത്തുകൊള്ളും മാറ്റിയിട്ട് അവിടെ മറച്ചുകൊള്ളും എന്ന് വെച്ചാൽ മതി. അതെ, അതാണ് ആൻസർ. ശരി, വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും ചേഞ്ചസ്? ശരിയാണ്, അത് തന്നെയാണ് ശരിയാണെന്നൊരു സപ്പോർട്ട് അവരും നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ എനിക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കണം, കമ്പ്യൂട്ടർ എന്താണ് ശരിയായ ഉത്തരം? യെസ്, വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. ആ ഒരൊറ്റ വാക്കാണ് അതിൽ നിന്ന് മാറ്റി വെക്കേണ്ടിയിരുന്നത്. അത് കൃത്യമായിട്ട് തന്നെ വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ടീം ഗിഹോൺ, your answer is absolutely right. ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 100 points. ഇനിയും ബൈബിളിനെ അടിസ്ഥാനമാക്കി തന്നെയുള്ള
ചോദ്യമാണ്. പക്ഷെ ഇതൊരു ബൈബിൾ റീഡിംഗ് ആണ്. ബൈബിളിലെ ഒരു ഭാഗം നിങ്ങളിപ്പോൾ വായിച്ച് കേൾക്കും. വളരെ ശ്രദ്ധയോടെ കേൾക്കൂ. അതിൽ നിന്ന് ഒരു ചോദ്യമാണ് ഉണ്ടാവുക. അതിന് കൃത്യമായി ഉത്തരം പറയുകയാണ് നിങ്ങൾ വേണ്ടത്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. 1 മക്കാബായർ 9-ാം അധ്യായം 50 മുതൽ 57 വരെയുള്ള തിരുവചനങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. റെഡി? ശ്രദ്ധയോടെ കേൾക്കൂ. നിങ്ങൾക്കുള്ള ബൈബിൾ ഭാഗം ഇതാ. ബക്കിദസ് ജെറുസലേമിലേക്ക് മടങ്ങി. യൂദയായിൽ അവൻ സുശക്തമായ നഗരങ്ങൾ പണിതു. ജെറിക്കോയിലെ കോട്ടയും എമ്മാവൂസ്, ബത്ഹോറോൺ, ബഥേൽ, തിംനാത്ത്, ഫരാത്തോൺ, തെഫോൺ എന്നീ നഗരങ്ങളും ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ബലപ്പെടുത്തി. ഇസ്രായേലിനെ ശല്യപ്പെടുത്താൻ അവൻ അവിടങ്ങളിലെല്ലാം കാവൽ സേനയും ഏർപ്പെടുത്തി. ബത്സൂർ, ഗസാറ എന്നീ നഗരങ്ങളും കോട്ടയും അവർ സുശക്തങ്ങളാക്കി സേനകളെ നിർത്തി. ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ചു വെച്ചു. നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആൾ ജാമ്യമായി ജെറുസലേം കോട്ടയിൽ അടച്ച് കാവലേർപ്പെടുത്തുകയും ചെയ്തു. 153-ാം ആണ്ട് 2-ാം മാസം ദേവാലയാങ്കണത്തിന്റെ ഭിത്തികൾ ഇടിച്ചു തകർക്കാൻ അൽക്കിമൂസ് കൽപ്പന നൽകി. പ്രവാചകന്മാരുടെ പ്രയത്നം അവൻ നിഷ്ഫലമാക്കി. പക്ഷേ അവനത് തകർക്കാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോൾ അവന് കനത്ത ഒരാഘാതമേറ്റു. അവന്റെ ജോലിക്ക് വിഘ്നമുണ്ടായി. അധരം ചലിക്കാതെയായി. അവൻ തളർവാദ രോഗിയായി. തന്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകാൻ അവന് കഴിയാതെയായി. താമസിയാതെ ദുസ്സഹമായ വേദന സഹിച്ച് അവൻ മരണമടഞ്ഞു. അൽക്കിമുസ് മരിച്ചെന്ന് കണ്ടപ്പോൾ ബക്കിദസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. യൂദാദേശത്ത് 2 വർഷത്തേക്ക് സ്വസ്ഥതയുണ്ടായി. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ. ദേവാലയങ്കണത്തിന്റെ ഭിത്തികൾ ഇടിച്ചു തകർക്കുവാൻ കൽപ്പന നൽകിയത് മൂലം തളർവാദ രോഗിയായി തീർന്നത് ആര്? സമയം ഒട്ടും കളയാതെ തന്നെ ടീം ഗിഹോണാണ് ആദ്യം ബസർ ചെയ്തിരിക്കുന്നത്. ആരാണ്? അൽക്കിമൂസ്. ഉറക്കെ പറയണം. അൽക്കിമൂസ്. അൽക്കിമൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൽക്കിമൂസ് ആൻസർ ശരിയാണ്. You get 100 points. ഇനി ഏദൻ തോട്ടത്തിന്റെ ഈ വേദി അല്പം സംഗീത സാന്ദ്രമാവാൻ പോവുകയാണ്. നമ്മൾ ഒരു സംഗീതത്തിന്റെ അകമ്പടിയോടെയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ വളരെ പ്രസിദ്ധമായ ഒരു ഗാനത്തിന്റെ ആദ്യ ഭാഗം കേൾക്കും. ഗാനത്തിന്റെ തുടക്കം കേൾക്കും. അതിന്റെ മധ്യഭാഗം എന്നറിയപ്പെടുന്ന അനുപല്ലവി, ബീജി കഴിഞ്ഞു വരുന്ന ഭാഗമാണ് നിങ്ങൾ പാടേണ്ടത്. നിങ്ങൾക്കുള്ള ഗാനം ഇതാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കൂ. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥനാമീശോയെന്നെന്നിൽ ദ്യോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ടൈം സ്റ്റാർട്ട്സ് നൗ. ടീം പിഷോൺ ആണ് ബസർ ചെയ്തിരിക്കുന്നത്. പറയൂ, അല്ലെങ്കിൽ പാടാമെങ്കിൽ പാടൂ. എന്താണ് ഈ ഗാനത്തിന്റെ അനുപല്ലവി? തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെയേകി. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഏകി എന്നാണ് അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ? ശരി. അത് ശരിയാണോ തെറ്റാണോ? അതിന്റെ ഒറിജിനൽ വേർഷൻ നമുക്ക് കേൾക്കണം. എന്തെങ്കിലും വേറെ ഒരു ചിന്ത ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ? സിംഗറാണ്, കഴിഞ്ഞ എപ്പിസോഡിൽ നന്നായി പാടി എല്ലാവരും പറഞ്ഞു. മിടുക്കിയായി പാടി എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു, അല്ലെ? പാടാൻ പോയില്ലേ? ഇത് തന്നെയാണ്. ഓ ശരി, ഓക്കെ. വേറെന്തെങ്കിലും? തെറ്റാണ്. ഓ, എന്താണ് അതിന്റെ അനുപല്ലവി അല്ലേ? അനുപല്ലവി. ക്ലേശത്താൽ കേഴുമ്പോൾ നാഥൻ എന്റെ ക്ലേശങ്ങളെ കാണണഞ്ഞു. അങ്ങനെയാണെന്നാണ് ഒരു ചിന്ത വരുന്നത്. ചേട്ടൻ പാടിയപ്പോ ഇവിടെ ആകെ കൺഫ്യൂഷൻ. ആണോ എന്നാണ് ചോദ്യം. എന്തായാലും നമുക്ക് അതിന്റെ ഒറിജിനൽ വേർഷൻ കേട്ടുവരാം, പ്ലീസ്. ദാഹത്താൽ കേഴുമ്പോൾ നാഥൻ
വിടുവിച്ചു തന്നു. ക്ലേശത്താൽ നേരുമ്പോഴെല്ലാം എന്റെ ക്ലേശങ്ങളിൽ താനണഞ്ഞു. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതേകി. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതേകി. ദാഹത്താൽ കേഴുമ്പോൾ നാഥൻ എന്നാണ് അതിന്റെ അനുപലവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സ്വാഭാവികമായും നിങ്ങൾക്ക് -50. പാടിയിട്ടുള്ളത് ബിനോയ് ചാക്കോ ആണ്. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരു പ്രിയ കലാകാരനാണ്. എന്തുണ്ട് വിശേഷങ്ങൾ? പറയൂ. നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. പറയൂ. നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, എങ്ങനെ പോകുന്നു? നമ്മുടെ ഏദൻ തോട്ടത്തിന്റെ ഓരോ എപ്പിസോഡുകളും കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ചിന്ത എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താണ്? അത് നമുക്ക് ആദ്യം പറയാം. പപ്പേന്റെ അടുത്ത് പറഞ്ഞത് പപ്പയുടെ പേടി മാറിയെന്ന്. പപ്പ പറഞ്ഞു പേടി മാറി എന്ന് പറഞ്ഞു. വെരി ഗുഡ്. പപ്പയുടെ പേടി മാറി. പപ്പ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നമ്മൾ ഇത്രയും വലിയൊരു വേദിയിലൊന്നും ഒരിക്കലും പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം. അപ്പൊ ഇങ്ങനെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോ നമുക്കത് വലിയൊരു അനുഭവമായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്നെ സംബന്ധിച്ച് ആദ്യമൊക്കെ മൈക്കില് പറയാന്ന് പറഞ്ഞാൽ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു നേരത്തേക്ക്. ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ളതൊക്കെ മാറി കിട്ടി. നല്ലൊരു അനുഭവം. ഇദ്ദേഹത്തിന് എന്താണ് കിട്ടിയിട്ടുള്ളത്? എന്താണ് പപ്പോട് പറയാത്തത്? ഇവിടെ പറഞ്ഞോളൂ. എന്താണ് പപ്പയുടെ പറയാത്തതൊന്നുമില്ല. ഞാനിങ്ങനെ കോളേജുകളിലൊക്കെ ആങ്കറിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ലായിരുന്നു. എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നും തോന്നിയില്ല. തോറ്റാലും ജയിച്ചാലും ഒരേപോലെ തന്നെ. ഇതിനകത്തെല്ലാം പപ്പയുടെ പേടി മാറിയതാണ് ഏറ്റവും സന്തോഷമായി. ഞാനൊരിക്കലും അങ്ങനെ മൈക്കിളിന്റെ ഫ്രണ്ടിലേക്ക് വരാനുള്ളൂ, ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്നുള്ളൂ. നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിച്ചപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങിയത് അനുസരണത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമത്രേ. വിശുദ്ധ ഗ്രന്ഥം അങ്ങനെയാണ് അതിനെ പറയുന്നത്. അത് നമ്മുടെ ജീവിത വിജയത്തിന് ആധാരവുമാണെന്ന് നമ്മൾ സംസാരിച്ചു. എന്താണ് അതിനോട് യോജിക്കുന്നോ വിയോജിക്കുന്നോ? എന്താണ് ഒരു അടിസ്ഥാനപരമായി നിങ്ങളുടെ ചിന്ത? യോജിക്കുന്നു. എന്താണ് അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്? എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? നമ്മളിപ്പം മാതാപിതാക്കന്മാര് നമ്മളോട് പറയും അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നൊക്കെ പല കാര്യങ്ങളും നമ്മൾ പറയും. അപ്പൊ നമ്മുടെ ആ ഒരു പ്രായത്തിന്റെ ഇതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് ചെയ്താൽ എന്താ കുഴപ്പം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ അവര് ദീർഘവീക്ഷണത്തോടു കൂടിയായിരിക്കും നമുക്കെപ്പോഴും ആ ഒരു കോച്ചിങ് തന്നെ. ചിലപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കാം, പക്ഷെ അവർക്ക് അനുഭവജ്ഞാനം അത് വളരെ വലുതായിരിക്കും. ഈ പ്രായം ഉള്ള ആളുകളുടെ അനുഭവജ്ഞാനം നമ്മൾ കേൾക്കുമ്പോൾ അതൊരിക്കലും തള്ളിക്കളയരുത്. അപ്പൊ നമ്മൾ അത് ശരിക്കും ചെവിക്കൊള്ളണം. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയിൽ നമുക്കത് കൊണ്ട് ഗുണം ചെയ്യും. അതാണ് പണ്ട് നമ്മൾ ഒരു ചൊല്ലുണ്ട്, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അത് അവരുടെ വിദ്യാഭ്യാസമല്ല, അവരുടെ ഡോക്ടറേറ്റ് അല്ല, അവരുടെ അനുഭവ സമ്പത്താണ്. അനുഭവ സമ്പത്ത്. അതിൽ നിന്ന് പറയുന്ന ഓരോ വാക്കും തള്ളിക്കളയാതെ സ്വീകരിക്കുന്ന മക്കൾക്ക്, അതല്ലെങ്കിൽ അതിൽ താഴ്ന്ന പ്രായമുള്ളവർക്ക് അനുഗ്രഹമായി തന്നെ മാറുമെന്നാണ് പറഞ്ഞു വന്നത് അല്ലേ? വെരി ഗുഡ്. നല്ലൊരു ചിന്തയാണ്. നല്ലൊരു കൈയടി കൊടുത്തേ കുടുംബത്തിന്. ഗുഡ്, വെരി ഗുഡ്. ടീം ജിഹോൺ പറയാതെ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്ത് പോയതാണ് അല്ലേ? അത് പ്രത്യേക ഒരു അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഇവിടെ ഇരിക്കാൻ, ഈ സീറ്റിൽ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റി എന്നുള്ളതാണ്. പറയൂ, എങ്ങനെ കാണും? വളരെ സന്തോഷമുണ്ട്. ഒരു പക്ഷേ ഇനി വരാൻ പറ്റുമോ എന്ന് പോലും ഞങ്ങൾ വിചാരിച്ചു, സാധിക്കില്ല വിചാരിച്ചേ. ഞങ്ങൾ സ്റ്റാർട്ടിങ് 2 ഷോയിൽ വന്നപ്പോഴും ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയിരുന്നു. ഞങ്ങള് നന്നായി ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞ ആ എലിമിനേഷൻ റൗണ്ടിൽ ഞങ്ങൾക്ക് അശ്രദ്ധ കൊണ്ടോ എന്തോ കുറച്ച് വലിയ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മാർക്കറ്റ് ഡെയിലി പോകും. എനിക്ക് ബിസിനസ്സാണ്, പച്ചക്കറി പലചരക്ക് പലരും എന്നെ നിന്ന് ഒരു കാര്യം ചോദിക്കാണ്ടായി, നിന്നെ കണ്ടല്ലോ ഇവിടെ ബിസിനസ്സില് പലരും എന്നെ അങ്ങനെ ഞങ്ങൾ സംസാരിക്കാൻ അവർക്ക് വലിയ സന്തോഷമാണ്. നമ്മളങ്ങനെ പിന്നെ ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നു ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല. എന്തോ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയാം. വലിയ സന്തോഷമാണ്. അനുസരണം ആ ഒരു ചിന്ത നിങ്ങളുടെ അനുസരണം ബൈബിള് തന്നെ ഉടനീളം അനുസരണം നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഏതോട്ടത്തില് ആദം അനുസരണമില്ലാണ്ട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ഈശോ പുതിയ ആദമായി വന്നുകൊണ്ട് അനുസരണത്തിന്റെ
കുരിശുമരണത്തോളം തന്നെ താഴ്ത്തിയതിലല്ല, യേശുവിനെ അനുസരണമുള്ളവനായി പിതാവിനെ തന്നെ കാണിച്ചതാണ് കുരിശുമരണത്തേക്കാൾ കൂടുതൽ മഹത്വമുള്ളതായി നമ്മൾ കാണുന്നത് ബൈബിൾ പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ വരുന്നത് സാവൂൾ, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്നു സാവൂള്. സാമുവേൽ പ്രവാചകനോട് അഭിഷേകം ചെയ്ത അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു യുദ്ധത്തിന് പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി വരുമ്പോൾ അവിടെയുള്ള യുദ്ധത്തിൽ നിങ്ങൾക്ക് വിജയിച്ച് വരാം, ഒരു സാധനം കൊണ്ട് തിരിച്ചു കൊണ്ടുവരരുത്, മോഷ്ടിച്ച് അല്ലെങ്കിൽ എടുത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അന്യരാജ്യത്ത് അവിടെ നിന്ന് കൂടി അവിടെയൊക്കെ കണ്ടപ്പോൾ നല്ല സ്വർണ്ണക്കട്ടികളൊക്കെ കൊടുത്ത ആട്, മാടുകൾ, കാളകളൊക്കെ അവർ കൊണ്ടുവരും. വന്നു കഴിയുമ്പോൾ സാമുവേൽ പ്രവാചകൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഒരിക്കലും ചെയ്യാൻ അനുസരണം വലിയൊക്കെ ശ്രേഷ്ഠമാണെന്ന് പറയുന്നത് സാമുവേൽ പ്രവാചകൻ സാവൂളിനോടാണ് പറയുന്നത്. അങ്ങനെ തൻ്റെ ആ രാജപദവി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയെ കാണാൻ വെരി ഗുഡ്. ബൈബിള് നന്നായിട്ട് വായിക്കാറുണ്ട് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല വിശദമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഓരോ കുടുംബങ്ങൾ, ഓരോ ചിന്തകൾ, അത് അവരുടേതായിട്ട് അവര് മാറ്റി അവരുടെ അനുഭവത്തിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള പാരായണത്തിൽ നിന്നും എല്ലാം ഉള്ള ചിന്തകൾ, ഓരോ ആശയങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ വളരെ സ്വതന്ത്ര മനസ്സോടെ ഇവിടെ പങ്കുവെക്കുകയാണ്. ഈ ചിന്തകളോടെ നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 2. ഇത് ഒരു കിച്ചൺ ടാസ്ക് റൗണ്ടാണ്. ഇതാ നോക്കിക്കോളൂ, എന്താണ് അവിടെ ഇരിക്കുന്നത്? എന്താണ്? സവോളയാണ്. എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. 10 സവോള. ഇത് വയ്ക്കാൻ കാരണം ഈ രൂപത്തിൽ ഇനി ഈ സവോള ഇവിടെ കാണരുത്. ഇത് പൊളിക്കുക. ഈ സവോളയുടെ ഈ ആകൃതിയെ കാണരുത്. ഇതും പൊളിച്ച് ഓരോ പീസുകൾ എതളുകളായി മാറ്റി ഇടുക. അങ്ങനെ ഈ 10ഉം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കിച്ചൺ ടാസ്ക് റൗണ്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനായി നിങ്ങൾക്ക് ലഭിക്കുന്നത് 2 minutes ആണ്. ഓരോ സവോളയും ശരിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ 50 പോയിന്റ്സ് ആണ്. മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കുക 500 പോയിന്റ്സ്. 500 പോയിന്റ് 10 എണ്ണം കംപ്ലീറ്റ് ചെയ്താൽ, 10 സവോളയും പൊളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, 2 പേരും ഒരുമിച്ച് ചെയ്യാം, 2 പേരും ഒരെണ്ണത്തുമ വലിക്കാം. എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടേണ്ടത് 10 സവോള ഇതളുകളായി ഈ 2 പ്ലേറ്റിലും വീഴണം എന്നുള്ളതാണ്. റെഡി? ഓക്കെ, ആദ്യം നമുക്ക് ടീം ഗിഹോണിനെ തന്നെ വിളിച്ചാലോ? പ്ലീസ്. റെഡിയാണോ? പ്ലീസ് കം. നമുക്ക് തുടങ്ങിയാലോ? Your time starts now. ഓക്കെ, ശരി. ആദ്യത്തെ ലെയറൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ശരി. ഓക്കെ, വിരൽ ശ്രദ്ധിക്കുക. നഖം കൂടുതലുണ്ടെങ്കിൽ ഒടിയും, അതും ശ്രദ്ധിക്കുക. ഓക്കെ, അത് എതളുകൾ കറക്റ്റായിട്ട് കിടക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആണ്. നമ്മൾ പകുതി പൊളിച്ചിട്ട് കഴിഞ്ഞാൽ അത് മാർക്കിൽ കൂട്ടില്ല. ഓക്കെ, തിരിച്ചു പൊളിച്ചോളൂ. യെസ്. ഇനി കൃത്യം 1 മിനിറ്റാണ്. പകുതി സമയം കഴിഞ്ഞു. യെസ്, ഞാൻ എടുത്തു തരാം. യെസ്, ഓക്കെ. പകുതി സമയം കഴിഞ്ഞു. സവോള കയ്യിൽ നിൽക്കാതെ ചാടുക. ഓക്കെ, ഇനി 40 സെക്കൻഡ് ആണുള്ളത്. എന്ന് വെച്ച് ധൃതി കാണിച്ച് പൊളിച്ചത് യെസ്, അങ്ങനെ കിടന്നാൽ മാർക്ക് കിട്ടില്ല. ഓക്കെ, ഇത് കഴിയുമ്പോ പരിശോധിക്കും. ഒരെണ്ണം കൂടി നന്നായിട്ട് നോക്കിയാൽ ഒരെണ്ണം പറ്റും. 25 സെക്കൻഡ് ഉണ്ട്. വേഗമാണ് ജയം നിർണയിക്കുന്നത്. നമ്മുടെ വേഗതയാണ്. ഞാൻ ടൈം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 15 സെക്കൻഡ് അവശേഷിക്കുന്നതാണ്. എല്ലാം ചാടുകയാണല്ലോ. പൊളിച്ചോളൂ. 5 സെക്കൻഡിലേക്ക് വന്നു കഴിഞ്ഞു. അതൊന്നും തൊട്ടിട്ട് കാര്യമില്ല. ടൈംഡ് ഔട്ട്. തൊട്ടിട്ട് കാര്യമില്ലെങ്കിലും ഞാൻ തൊടും. എനിക്ക് ചിലപ്പോൾ പറ്റിയാലോ, അതല്ലേ? അതാണ്. പക്ഷെ
നമുക്ക് 10 എണ്ണം വെച്ചാൽ അവിടെ രജനി നോക്ക് മൊത്തം എങ്ങനെയാണ് കിടക്കുന്നത് നോക്ക്. ഓൾമോസ്റ്റ് അത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ശരി, ഞാൻ കൈ കൊണ്ടുവരുമ്പോഴത്തേക്കും ചേട്ടൻ ഞാൻ തട്ടി തെറിപ്പിക്കാൻ നിങ്ങൾ നോക്കൂ, തീർച്ചയായും നിങ്ങൾ നോക്കിക്കോളൂ. എല്ലാം ക്ലിയർ ആയി ഇട്ടിരിക്കുകയാണ് എന്നുള്ള സംഭവത്തിലാണ്. റെഡി, എന്തായാലും സന്തോഷം. നമ്മൾ 10 സവോള വെച്ചു, 3 എണ്ണമാണ് ഇതിലിനി അവശേഷിക്കുന്നത്. 7 എണ്ണം അവര് കൃത്യമായിട്ട് പൊളിച്ച് എതളുകളാക്കി കഴിഞ്ഞു. ഇവർക്ക് ലഭിക്കുന്നു 350 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം ടൈഗ്രസ്. വരൂ. ടൈഗ്രിസ് ടീം വളരെ ശ്രദ്ധയോടെ അടുത്ത് നിന്നെല്ലാം കണ്ടു. അവർ 7 എണ്ണമെങ്കിൽ ഞങ്ങൾ 8 അല്ലെങ്കിൽ 9 എന്ന ദൃഢ നിശ്ചയവുമായി വന്നു കഴിഞ്ഞു. റെഡിയാണല്ലോ? ഓക്കെ, ഷോളൊക്കെ റെഡിയാക്കി ഇട്ട് കഴിഞ്ഞു അല്ലേ? ഗം ആരംഭിക്കുകയാണ് അല്ലേ? എന്നാൽ നമ്മൾ വൈകിക്കുന്നില്ല. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, അത് കുഴപ്പമില്ല, അതങ്ങനെ തന്നെ കിടന്നാൽ മതി. അതിന്മേൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഗുഡ്. അതാ അത്രേ ഉള്ളൂ. ഒരു തുമ്പപ്പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ആദ്യം തന്നെ ഇങ്ങനെ പൊളിഞ്ഞിട്ട് നന്നായി. അത് പാടാ. നോക്കണം, വിരല് നോക്കണം. 1 മിനിറ്റ് 10 സെക്കൻഡാണ്. ഓക്കെ, ശരി. കൃത്യം 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അവശേഷിക്കുന്നത് 1 മിനിറ്റിൽ താഴെ. ശരി, ഓക്കെ. 35 സെക്കൻഡ്. ഓക്കെ, ലാസ്റ്റ് 20 സെക്കൻഡ്സ്. അത് സഹായിച്ചു കൊടുത്തോളൂ. ആ പൊളിഞ്ഞു കിടക്കുന്നത് വൈഫിന്റെ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവില്ല. ഇതൊന്നും ചെയ്യാനില്ല, വേഗം വേണം. ടൈം ഡൗൺ. ഞാനത് പറഞ്ഞിത്തിരി കൂടി പോയത് എനിക്ക് സംശയം. ഒരു ബോംബ് കയ്യിൽ തന്നെ ചെയ്താൽ മതിയായിരുന്നു. കൂടി വന്നപ്പോഴേ ആർക്കും ഒന്നും പിടിക്കാൻ പറ്റാത്ത. അതെ, ഞാനൊരു വില്ലനായ അവസാനം. കുഴപ്പമില്ല. അല്ലെങ്കിൽ അതും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയേനെ എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കിത് എന്തായാലും എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ 6 എണ്ണമാണ് ഇവർക്ക് ചെയ്യാൻ സാധിച്ചത്. ഇവർക്ക് ലഭിക്കുന്നു 300 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം യൂഫ്രട്ടിസ്. പ്ലീസ് കം. ടീം യൂഫ്രട്ടീസ്. യെസ്, ഇനി നമ്മുടെ അവസരമാണ്. നമ്മളാണ് ഇനി നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടത്. റെഡിയാണല്ലോ? പോയാലോ നേരെ ഗെയിമിലേക്ക്? റെഡിയല്ലേ? Your time starts now. ഓക്കെ, ആ സൈഡിൽ നിന്ന് പൊളിച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ പൊളിയുന്നു. തിരിച്ചാൽ ഓക്കെ ചെയ്തു. ശരി, ഓക്കെ, സാരില്ല. ഓക്കെ,
അതാണ്. നോക്കണം, കൈ നോക്കണം. ശരി. 1 മിനിറ്റിൽ താഴെ മാത്രം സമയം. കൃത്യമായി പറഞ്ഞാൽ 50 സെക്കൻഡ്. ശരി. കൃത്യം 30 സെക്കൻഡ്. നന്നായി നോക്കിയാൽ ഒരെണ്ണം കൂടി ചിലപ്പോൾ സാധിച്ചേക്കാം. അത്രയേ ഉള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ട് പോകണം, കാരണം 15 സെക്കൻഡേ ഉള്ളൂ. അതാണ് അതിന്റെ കാര്യം. ടൈം ഔട്ട്. 5 എണ്ണമാണ് ഇവർക്ക് ചെയ്യാൻ സാധിച്ചത്. ഇവർക്ക് ലഭിക്കുന്നു 250 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം പിഷോൺ. വരും ടീം പിഷോൺ. യെസ്, വരൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഗെയിമിലേക്ക് കിടക്കാം, അല്ലേ? റെഡിയാണല്ലോ? റെഡിയാണ്. ഓക്കെ. Your time starts now. ശരി. 1 മിനിറ്റ് 25 സെക്കൻഡ്. പ്രയാസം. ശരി. കൃത്യം 1 മിനിറ്റാണ്. പകുതി സമയം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ. നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രേക്ഷകർക്കും ഇതെന്തായി കാണിക്കുന്നതെന്ന് തോന്നും. പക്ഷെ അത്രയും ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് പൊളിഞ്ഞ് കിട്ടുക എന്ന് പറഞ്ഞത് ഇത്തിരി വിഷമമുള്ള കാര്യമാണ്. ഏതാ മാറ്റണ്ടേ? വേറൊരു ഐഡിയയിൽ പിടിക്കുകയാണ്. ഗുഡ്. നല്ല കൃത്യമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോരും. 20 സെക്കൻഡ് ഉണ്ട്. പത്ത് സെക്കൻഡ് ആണുള്ളത്. ടൈം ഞാൻ കറക്റ്റ് പറയുന്നുണ്ട്, നോക്കണ്ട. ശ്രദ്ധ ഇതിൽ തന്നെ. മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് പോയി. യെസ്, കൊള്ളാം, കുഴപ്പമില്ല. ഓൾമോസ്റ്റ് അത് ക്ലിയർ ആണ്. നമുക്ക് 3 എണ്ണമാണ് ട്രെയിൽ ബാക്കിയായിട്ടുള്ളത്. 7 എണ്ണം ഇവർക്ക് ചെയ്യാൻ സാധിച്ചു. ഇവർക്ക് ലഭിക്കുന്നു 350 പോയിന്റ്സ്. അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ടീം യൂഫ്രട്ടിസിന്റെ വിശേഷങ്ങളും കൂടി അറിഞ്ഞിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ആദ്യം ഏദൻ തോട്ടത്തിന്റെ ഈ ചെയറിൽ വന്നിരുന്നു. ഇപ്പോ എത്രാമത്തെ പ്രാവശ്യം ഇപ്പൊ വരുന്നത്? ഇപ്പൊ നിങ്ങളിത് 4ാമത്തെ അല്ലേ? എന്താണ് ഒരു ചേഞ്ച്, ഒരു സെൽഫായിട്ട് അസസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് തോന്നുന്ന ഫീൽ? എന്താണ്? നമുക്ക് ആദ്യം വന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ ആദ്യമായിട്ട് ഒരു TV ഷോയിലേക്കൊക്കെ വരണേ. അപ്പോൾ എല്ലാരും നല്ല പരിചയമാണ് ഇവിടെ. അപ്പൊ നമുക്കൊരു പേടിയുടെ ആവശ്യമില്ല. ആദ്യം വന്നതിനേക്കാൾ ഒത്തിരി ഇമ്പ്രൂവ് ആയി. എല്ലാരായിട്ട് പരിചയമാണ്, അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ല, പേടിയില്ല, ഒരു ഫ്രീനെസ് ഉണ്ട്, അല്ലേ? ഫ്രീഡം ഉണ്ട്. നമുക്കൊരു കോൺഫിഡന്റ് ലെവലിൽ കയറിയ പോലെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? അതായത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഇവിടെ ഇരിക്കുമ്പോ ഫുള്ള് ലൈറ്റ് എല്ലാ സംഭവം കണ്ടിട്ട് ആകെ ടെൻഷൻ.
ഓക്കെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, എല്ലാരും അറിഞ്ഞു പരിചയമായതുകൊണ്ട് ഓക്കെ ഒരു കുഴപ്പമില്ല, പരിചയമില്ലാത്ത ആരുമില്ല. ഓക്കെ ഞങ്ങളെ ലിങ്ക് യൂട്യൂബിലുള്ള ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കും വാട്സപ്പ് വഴി എല്ലാവരും. ഓക്കെ. കുറെ പേര് എല്ലാരും കാണുന്നുണ്ട്, ഒത്തിരി ഇത് ഗ്രീഷ്മയുടെ പാട്ടൊക്കെ കേട്ടിട്ട് എന്ത് പറഞ്ഞു ആളുകൾ, എന്ത് പറഞ്ഞു? അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ചിലര് നമ്മൾ പറഞ്ഞിട്ട് കണ്ടു, അല്ലാതെ അതിനേക്കാളും കൂടുതൽ അവിചാരിതമായിട്ട് കണ്ടവരുണ്ട്. ഓക്കെ. ഈ അമ്മമാരൊക്കെ ആണെങ്കിലും 7 മണിക്ക് എന്തോ ജപമാലയാണ് അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഇരുന്നപ്പോ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നു. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ നമ്മളെ കണ്ടു, പരിചയമുള്ള ആള്. അവരെ കണ്ടപ്പോ അതെ ഇതാ കൊച്ചാണല്ലോ ഒന്ന് ഓർത്തോണ്ടിന്ന് കണ്ടു. അങ്ങനെ വന്നിട്ട് ഞാനൊരു ദിവസം കൊച്ചിനെയും കൊണ്ട് നടന്നു വന്നപ്പോ ഒരു ചേച്ചി അപ്പുറന്ന് വിളിച്ചിട്ട് മോളെ പാട്ട് നല്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ചേച്ചി എങ്ങനെയാ കണ്ടേന്ന് ചോദിച്ചു. അവിചാരിതമായിട്ട് കണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി പേര് അവിചാരിതമായിട്ട് കണ്ടു എന്നും പറഞ്ഞ് വിളിച്ചു. ഗുഡ്. പറയൂ, അനുസരണം. അവർ രണ്ടുപേരും അവരുടെ ചിന്തകൾ പറഞ്ഞു. നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് അത് തന്നെയാണ്. പറയൂ, നിങ്ങൾ എന്താണ് ഈ അനുസരണം നമ്മുടെ ജീവിതത്തിന് എന്ത് അനുഗ്രഹമാണ്, എന്ത് ശക്തിയാണ് നമുക്ക് കിട്ടുന്നത്? അനുസരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു കാര്യം കുഞ്ഞിലെ മുതലാണെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അന്നേരം നമുക്ക് അനുസരിക്കാൻ തോന്നില്ല അത്. പക്ഷെ അത് അനുസരിക്കാതെ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ന് ചാടേണ്ട അബദ്ധത്തിലേക്കായിരിക്കും. അതിപ്പം മാതാപിതാക്കളെന്നല്ല, നമ്മുടെ തലയ്ക്ക് മൂത്ത വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടോ? അനുഭവജ്ഞാനം കൊണ്ട് പറയണ ആയിരിക്കും ഒരു കാര്യം അത് വേണ്ട എന്ന് പറയണായിരിക്കും. പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തില് ആയിരിക്കും ഉള്ള കുസൃതിയോ കാര്യങ്ങളോ അത്രയൊക്കെ തന്നെയുള്ളൂ. പക്ഷെ മനസ്സിലാവുന്നു അതിൽ നിന്നെല്ലാം അവര് പറയുന്ന വാക്കുകൾ. വലുതായി കഴിഞ്ഞപ്പോ നമ്മളാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളെ കണ്ട് നോക്കുമ്പോ എന്റെ അടുത്തും അമ്മ ഇതുപോലെ പറഞ്ഞായിരുന്നല്ലോ, അന്നേരം ഞാനൊന്നും കേട്ടില്ല, അത് ഇതുപോലെ തന്നെ എന്റെ കൊച്ചും അവനോട് ഞാൻ ഇപ്പൊ പറയണു, അവനത് അനുസരിക്കണില്ല, അത് കേട്ട് ചെന്ന് ചാടും, അതെന്തെങ്കിലും ഒപ്പിച്ചേക്കും. അതുപോലെ തന്നെ നമ്മളും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളല്ല നമ്മുടെ കുറച്ചുകൂടെ അറിവുള്ളവരായിരിക്കും നമുക്ക് പറഞ്ഞു തന്നെ നമ്മൾ അനുസരിച്ച തലയ്ക്ക് മൂത്തവരുന്നില്ല, മാതാപിതാക്കളൊന്നുമില്ല. നമ്മുടെ താഴ്ന്നവരാണെങ്കിലും ചിലപ്പോ അവർക്ക് അതിന് നമ്മളെക്കാളും കൂടുതൽ അറിയാവും, ചിലപ്പോ കൊച്ചു ഉണ്ടാവും. അപ്പൊ അവരെ അനുസരിക്കുന്ന എന്തുകൊണ്ട് നല്ലത്. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയൂ. ഏദൻ തോട്ടത്തിൽ വന്ന ആദ്യ നിമിഷങ്ങൾ അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ, നിങ്ങൾ ഈ സീറ്റിലിരിക്കുമ്പോൾ ഓർക്കൂ, എന്ത് വ്യത്യസ്തതയാണ്, എന്ത് ചിന്തയാണ്? എന്ത് ചിന്തയാണ്? ഞാൻ ഈ പ്രാവശ്യം എന്റെ ഭാര്യയോട് മൈക്ക് കൈമാറുകയാണ്. മൈക്ക് സഹധർമ്മിണിക്ക് കൈമാറുക. ആദ്യം നമുക്ക് വന്നിരുന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ പേടിയെല്ലാം മാറി. പിന്നെ ഭയങ്കര കോൺഫിഡന്റ് ആണ് നമ്മളിപ്പോ. ഇവിടെ വന്നിരുന്നാലും ഭയങ്കര ഒരു ഫ്രീ മൈൻഡായിട്ട്, പിന്നെ അതിനേക്കാൾ ഉപരി എല്ലാവരും ഒത്തിരി പേരെ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. നമ്മൾക്ക് തന്നെ നല്ലൊരു റിലാക്സ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. ഒത്തിരി കാര്യങ്ങൾ ഓരോരുത്തർ ഷെയർ ചെയ്യുന്നതും നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്കത് ഉൾക്കൊണ്ട് എടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. അനുസരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മഹിമ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് അത് ആധാരമാണ്, അതല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് നന്മയേ ഉണ്ടാവൂ. ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടോ, അതല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ? അനുസരണം എന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഒരു ചിന്ത, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആവാം, എന്തും ആയിക്കോട്ടെ, ഒരു ഫ്രീ ആയിട്ട് എന്താ പറയാനുള്ളത്? അനുസരണം നമുക്ക് ചെറുപ്പത്തിലേ തുടങ്ങി നമ്മളെ മുതിർന്നവർ നമ്മളോട് പറയും. പക്ഷെ ഒരു പരിധിവരെ നമ്മൾ അനുസരിക്കാതെ നടന്ന ഒരു കാലഘട്ടങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും, അന്ന് നമ്മുടെ മക്കളൊക്കെ ആയി. അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത അനുസരണക്കേടിനെ കുറിച്ച് ഇന്ന് ഞാൻ ശരിക്കും ബോധ്യവാനാണ്. നമ്മൾ അനുസരണം ശീലമാക്കേണ്ടതാണ്. കാരണം ഞാനിപ്പോൾ ഒരു പരിധി വരെ നമ്മളിപ്പോൾ അധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികമായ ആരെങ്കിലും എന്ത് പറഞ്ഞാലും നമ്മളിപ്പോൾ ഒരു പരിധി വരെ നമ്മൾ യെസ് എന്ന് നമ്മൾ പറയാൻ ഞാൻ ഒരു പരിധി വരെ ശ്രമിക്കാറുണ്ട്. ഒരു പരിധി വരെ അത് ഞാൻ ഈ ഏദൻ തോട്ടത്തിൽ വരാനും അതിന് ഒരു നിമിത്തം തന്നെയാണ്. എന്നെ ഒരു നമ്മുടെ ഒരു സ്നേഹിതൻ നമ്മോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് വന്നം. അപ്പോൾ ഞങ്ങൾ ഇതിന് വന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ദൈവത്തിൻ്റെതായ എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ യെസ് ഞങ്ങൾ പറയും. അതിപ്പോൾ ഞങ്ങൾക്ക് കഴിവ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏദൻ തോട്ടത്തിലോട്ട് വന്നത് തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസും ഇല്ല. പക്ഷെ നമ്മളെ വിളിച്ചത് ദൈവമാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ട് എന്ന് നമുക്കൊരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ പുറത്ത് നമ്മൾ മുന്നോട്ട് നമ്മൾ പോകുന്നു. വെരി ഗുഡ്. ചിന്തകൾ ഒരുപാടാണ്, കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കേണ്ടി വരുന്നു, സംസാരിക്കാനുണ്ട്. അതല്ലെങ്കിൽ
ഒന്നുമല്ലാതെ ആദ്യ ഘട്ടത്തിൽ ഫ്രീസായിരുന്നവർ, ഒന്ന് ചിരിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നവർ, പറയാൻ ബുദ്ധിമുട്ടിയിരുന്നവർ, അവര് വാചാലരാവുകയാണ്. അവർക്ക് ഇനിയും പറയാനുണ്ട്, കുറെ കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. അനുസരണം, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതിന്റെ ഒരു അനിവാര്യതയെക്കുറിച്ചാണ് എല്ലാ കുടുംബങ്ങളും സംസാരിച്ചത്. ഈ ചിന്തകളോടെ നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 3. റൗണ്ട് 3 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഇതൊരു ടോയ് അല്ല, ഇതൊരു കുടുക്കയാണ്. ഇതിനകത്ത് കോയിൻസ് ഉണ്ട്, 50 കോയിൻസ് ഇതിനകത്തുണ്ട്, ഇതിനകത്തുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ഒരു ഈർക്കിലി വച്ചിട്ടുണ്ട്. ഈ ഈർക്കിലി ഉപയോഗിച്ച് ഇതിൽ നിന്ന് 12 കോയിൻ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ടാസ്ക് ചെയ്യാൻ ലഭിക്കുന്ന ടൈം 2 minutes ആണ്. ഓരോ കോയിനും നിങ്ങൾക്ക് ലഭിക്കും 50 points. മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക 600 points ആണ്. 600 പോയിന്റ് നമുക്ക് 12 കോയിൻ എടുത്താൽ ലഭിക്കും. ഓക്കെ, ആരെയാണ് ആദ്യം ഞാൻ വിളിക്കേണ്ടത്? അല്ലെങ്കിൽ സ്വമേധയ ആരെങ്കിലും വരുന്നുണ്ടോ? അവർക്ക് വരാം. യെസ്, യെസ്. Your time starts now. അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അല്പം കൂടി പൊക്കി പിടിച്ചോളൂ. പുഷ്പം പോലെയാണ് എടുക്കുന്നത്. ഓക്കെ, ഭർത്താവ് ഒറ്റ കോയിൻ എടുത്തില്ലെങ്കിലും 12ഉം ഞാൻ തന്നെ എടുക്കും. അതാണ് വാശി. ആ, വേണമെങ്കിൽ നേരെ പൊക്കി പിടിച്ചോളൂ, കഴുത്തു വെക്കണം. ഓ എന്റെ ദൈവമേ, ഞാൻ തൊട്ടതും വന്നല്ലോ. അതാണ്, യെസ്. കുത്തിക്കോളൂ, ഇത് ഞാൻ കൊണ്ടുപോവില്ല, തരും. എനിക്ക് തോന്നുന്നു അങ്ങനെ പിടിക്കുന്നോണ്ടായിരിക്കും. നേരെ പിടിച്ചോളൂ, ഓക്കെ. ആ, എന്നിട്ട് എടുക്കൂ. ആ, യെസ്. 45 സെക്കൻഡ് ഉണ്ട്. 45 സെക്കൻഡിൽ താഴെ വന്നിരിക്കുന്നു. വേഗം വേണം. 30 seconds. ഓക്കെ, നാൽപ്പത്തഞ്ച് സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഒരു കോയിൻ പോലും പുറത്തേക്ക് ചാടിയിട്ടില്ല. എന്താണത്? വേഗം വേണം. 5 സെക്കൻഡിലേക്ക് എത്തുന്നു. ടൈം ഔട്ട്. യെസ്, 8 9 ഒക്കെ ഉണ്ട് എന്നും പറയുന്നുണ്ട്. ശരി, നമുക്ക് കൃത്യ എണ്ണം അറിയണം. 7 7 കോയിനാണ് ഈ ദമ്പതികൾക്ക് കുടുക്കയിൽ നിന്നും എടുക്കാൻ കഴിഞ്ഞത്. ഇവർക്ക് ലഭിക്കുന്നു 350 points. അടുത്തതായി വരുന്നു ടീം യൂഫ്രട്ടസ്. പ്ലീസ് കം. യെസ്, വരൂ. നമ്മുടെ ടാസ്ക് ആരംഭിക്കുകയാണ്. 2 മിനിറ്റിൽ 12 കോയിൻ. ഓക്കെ, Your time starts now. കുത്താതെ തന്നെ ചാടുന്നുണ്ട്. ഗ്രീഷ്മയുടെ അനക്കി ചാടിക്കുന്നുണ്ട്. ഓക്കെ,
യെസ്, അത് വരുമല്ലോ. അതൊക്കെ ഒന്ന് അനക്കിയാൽ വരുമല്ലോ. അത് കൈ പിടിച്ച് വലിക്കാൻ പറ്റില്ല. അത് ഇതിൽ തന്നെ ഈർക്കിലിൽ. യെസ്, അതാണ് എൻ്റെ സ്ട്രാറ്റജി. അതാണ്. യെസ്, ഒരു മിനിറ്റ് 10 സെക്കൻഡ്. പുഷ്പം പോലെയാണ്. ഓക്കെ, ഇത് അതിലുള്ള മൊത്തം ഇടുവോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്ത് സംഭവിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. 45 സെക്കൻഡ്. യെസ്, അവസാന 20 സെക്കൻഡ്. കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞാലും ഞാൻ വിടില്ല എന്ന് പറഞ്ഞ്, അതാണ്. മതിയല്ലോ, കുറച്ചെങ്കിലും കോയിൻ അതിൽ ബാക്കി വെക്കും. കുറച്ച് കോയിൻ അതിൽ ബാക്കി വെക്കും. ഈ കോയിൻ ഇട്ട് കരഞ്ഞു പോയ. നമ്മുടെ ഈ റൗണ്ടിൽ മാക്സിമം നമ്മൾക്ക് ആവശ്യം 12 കോയിൻസ് ആണ്. പക്ഷെ ഇവരെടുത്തിരിക്കുന്നത് 20 കോയിൻസ് ആണ്. ദ ഹൈയസ്റ്റ് ആണ്. എന്തായാലും ഇവർക്ക് ലഭിക്കുന്നു ഫുൾ പോയിന്റ് 600 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം ഗിഹോൺ. പ്ലീസ് കം. ടീം ഗിഹോൺ. യെസ്, പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി 12 കോയിൻ എടുക്കാൻ വേണ്ടി സെബാസ്റ്റ്യൻ ചേട്ടൻ തയ്യാറായി എത്തിയിരിക്കുന്നു. റെഡിയാണല്ലോ? പിന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. Your time starts now. എന്താണത്? സെബാസ്റ്റ്യൻ ചേട്ടാ, ഒരെണ്ണം ചാടി അതിന്റെ കൂടെ ഒരെണ്ണം കൂടി ചാടും. വരും. അപ്പുറത്തല്ലേ? ശരി ശരി, ഓക്കെ. നമുക്ക് ഇനി അവശേഷിക്കുന്നത് 1 മിനിറ്റാണ്. ഓക്കെ, 50 സെക്കൻഡിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനിയുള്ളത് 30 സെക്കൻഡുകൾ മാത്രം. നന്നായി ശ്രമിച്ചാൽ മുഴുവൻ മാർക്കും മേടിക്കാം. നന്നായി ശ്രമിച്ചാൽ. ഓക്കെ, 20 സെക്കൻഡിൽ വന്നു കഴിഞ്ഞു. ചില പള്ളി പെരുന്നാളിന്റെ ലാസ്റ്റ് ഫിനിഷൊക്കെ വരുമ്പോ വെടിക്കട്ടെ, കൂട്ടക്കുറച്ചില്. അതെ, അതുപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഫിനിഷ്. 15 കോയിനാണ് 12ന്റെ സ്ഥാനത്ത് സെബാസ്റ്റ്യൻ ചേട്ടൻ എടുത്തു വച്ചിട്ടുള്ളത്. ഇവർക്ക് ലഭിക്കുന്നു 600 പോയിന്റ്സ്. അടുത്തതായി വരുന്നത് ടീം ടൈഗ്രിസ് ആണ്. വരൂ, പ്ലീസ് കം. എന്താണ്, എങ്ങനെയാണ്? നല്ല ധാരണയായി അല്ലേ? ടൈം സ്റ്റാർട്ട്സ് നൗ.
ആ അതിട്ടോളാം. ഫാസ്റ്റ് അത് നിലത്ത് വീണോട്ടെ, അത് കുഴപ്പമില്ല, നമുക്ക് എണ്ണാൻ പറ്റും. യെസ്, സമയം പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ആ 2 മിനിറ്റിന്റെ പകുതി 1 മിനിറ്റിൽ ദാ എത്തിക്കഴിഞ്ഞു. അതെടുക്കാം. -40 സെക്കൻഡ്. ഫുള്ള് പോന്ന ശേഷം വേണമെങ്കിൽ കയ്യിൽ ടച്ച് ചെയ്യാം. അതുവരെ കമ്പിൽ തന്നെ കുത്തിയിടണം. ആ ഈർക്കിലിയിൽ തന്നെ പൈസ ഇടണം. ഫുള്ള് ഓൾമോസ്റ്റ് പോന്ന ശേഷമാണെങ്കിൽ ഓക്കെ. ഇരുപത് സെക്കൻഡ്. ഞാൻ സമയം പറഞ്ഞില്ല എന്ന് പറയരുത്. 5 സെക്കൻഡ്. ഫിനിഷ്. 11 കോയിൻ, ഒരെണ്ണം ജസ്റ്റ് മിസ്സാണ്. ഇവർക്ക് ലഭിക്കുന്നു 550 പോയിന്റ്സ്. ഗുഡ്. നമ്മുടെ തേർഡ് ലെവലിലെ 3 റൗണ്ട്സും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഫൈനൽ സ്കോർസ് ഇങ്ങനെയാണ്. ടീം പിഷോൺ വിത്ത് 650 പോയിന്റ്സ്. ടീം ഗിഹോൺ വിത്ത് 1150 പോയിന്റ്സ്. ടീം യൂഫ്രട്ടിസ് വിത്ത് 850 പോയിന്റ്സ്. And Team Tigris with 800 points. നമ്മുടെ തേർഡ് ലെവലിൽ 11 എപ്പിസോഡ്സ് ആണ് ടോട്ടലി നമുക്കുള്ളത്. ഈ 11 എപ്പിസോഡ്സിന് ശേഷം മാത്രമേ അതിൽ ഏറ്റവും ലോവസ്റ്റ് സ്കോർസ് 8 സ്കോർസ് ആണ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്, ആ ഫാമിലീസ് ആയിരിക്കും എലിമിനേഷൻ റൗണ്ടിലേക്ക് പോവുക. നിങ്ങൾ എല്ലാവരും തന്നെ നല്ല സ്കോർസ് ആണ് ഈ കരസ്ഥമാക്കിയിരിക്കുന്നത്. റൗണ്ടിൽ നിങ്ങൾ 4 കുടുംബവും ഏറ്റവും മികച്ച ഒരു സ്കോർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ പ്രത്യാശിക്കുന്നു നമുക്ക് 4th ലെവലിൽ വീണ്ടും കാണാമെന്ന് തന്നെ. ഏതായാലും നിങ്ങൾ തന്ന പാർട്ടിസിപ്പേഷൻ, ഞാൻ പറഞ്ഞില്ലേ, ഓരോ സമയവും നമ്മളിങ്ങനെ ചെയ്തു പോകുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞു എന്താണ്, ഞങ്ങളുടെ തന്നെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് കൂടിയിട്ടുണ്ട്. ചിരിക്കാൻ കഴിയുന്നു, സ്വതന്ത്രമായി സംസാരിക്കാനും കഴിയുന്നു, ഭയലേശമന്യേ നമ്മുടെ കാര്യങ്ങൾ തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നു അല്ലേ? അതൊക്കെ പ്രത്യേകിച്ച് സുഭാഷ് ചേട്ടൻ ഔട്ടായിട്ട് ഇതിൽ വന്നിരുന്നിട്ട് ഇപ്പോ അല്ലേ ഏറ്റവും കൂടുതൽ. അതെ അതെ, വെരി ഗുഡ്. 4 കുടുംബങ്ങളുമായുള്ള ഏദൻ തോട്ടത്തിന്റെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുമ്പോൾ നമ്മൾ തുടങ്ങിയ ആ ഭാഗത്ത് നിന്ന് തന്നെ, ആ ചിന്തയിൽ നിന്ന് തന്നെ നമ്മൾ ഇത് പൂർണ്ണമാക്കുകയാണ്. അനുസരണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, 2-ാം അധ്യായത്തിൽ, മരണം വരെ, അതെ കുരിശുമരണം വരെ അവൻ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയത്രേ. ക്രിസ്തുവിനെ കുറിച്ചാണ്, യേശുനാഥനെ കുറിച്ചാണ് ഈ വചനം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അനുസരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമേ ഉണ്ടാകൂ. ഈ കുടുംബങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്നും പങ്കുവച്ച കാര്യം അതുതന്നെയാണ്. ആരെ അനുസരിക്കുന്നു അത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഉയർന്നവൻ താഴ്ന്നവൻ അങ്ങനെയില്ല. ചിലപ്പോൾ താഴ്ന്നവൻ പറയുന്നതിലും കാര്യമുണ്ടെങ്കിൽ അത് അനുസരിച്ചത് കൊണ്ട് നമുക്ക് ഗുണമേ കാണൂ. അങ്ങനെ ഒരു ചിന്ത ഗ്രീഷ്മ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ വളരെ ശക്തമായി ഉണ്ടാകട്ടെ. അനുസരണം കൊണ്ട് നമുക്ക് ഗുണമല്ലാതെ
ദോഷം ഉണ്ടാകില്ല. അത് അനുസരിക്കേണ്ടത് സത്യത്തെയാണ്, ദൈവത്തെയാണ്, നല്ല കാര്യങ്ങളെയാണ്. ആ ഓർമ്മപ്പെടുത്തൽ കൂടി ഏദൻ തോട്ടം അവസാനിക്കുമ്പോൾ അനുസരണയുള്ള ജീവിതങ്ങളായി നമുക്കെല്ലാം മാറാൻ കഴിയട്ടെ, മാറാൻ കഴിയണമേ, ആ പ്രാർത്ഥനയാണ്. ഇന്നത്തെ ഏദൻ തോട്ടത്തിലെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുമ്പോൾ അടുത്ത ഏദൻ തോട്ടത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഒരുമയോടെ ഒത്തുകൂടാം. ഇറ്റ്സ് മീ രാജേഷ് ചാക്യാർ ആൻഡ് രജനി രാജേഷ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ. ഗുഡ് ബൈ. ഈജിപ്തിൽ വെച്ച് നിനക്കുണ്ടായ പുത്രന്മാരിരുവരും എഫ്രായിമും മനാസേയും എന്റേതാണ്. ദൈവം തന്നെ അനുഗ്രഹിച്ചത് എവിടെ വെച്ചാണെന്നാണ് യാക്കോബ് പറഞ്ഞത്? ലൂസിൽ വെച്ച്. അസൂയ എന്ന് പറയുന്നത് മാനുഷികമാണ്. ശരി. കാരണം അസൂയ വരാറുണ്ടോ? എനിക്ക് അസൂയ ഉണ്ടാവാറുണ്ട്. ഓക്കെ, മറ്റുള്ളവരുടെ അസൂയ തോന്നാറുണ്ട്. ടൈം ശ്രദ്ധിക്കണം. 15 സെക്കൻഡിൽ താഴെ വന്നു. നമുക്ക് വയ്ക്കാൻ പറ്റാതെ പോയിരുന്നു.